നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേഡറ്റിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ വന്നു അല്ലെ? അപ്പൊ ഇനി എങ്ങനെയാണ് കംപ്ലൈന്റ് ഫോം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള സംശയം. അതിനൊരു വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് കൂടെ വെക്കണം എന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ എങ്ങനെ കംപ്ലൈന്റ് ഫോം രജിസ്റ്റർ ചെയ്യാം, അതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രൂഫായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് വെക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്തരത്തിലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അതേപോലെ തന്നെ അധ്യാപക തസ്തികകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കംപ്ലൈന്റ് ഫോം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നോക്കുന്നതിന് മുമ്പ്, ഇപ്പൊ ഏകദേശം നല്ല മാർക്കോട് കൂടെ തന്നെ കേഡറ്റ് ക്വാളിഫൈഡ് ആയി എന്ന് പറഞ്ഞ് ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. കേഡറ്റ് ക്വാളിഫൈഡ് ആവാനുള്ള മാർക്ക് ഉണ്ട്, ക്വാളിഫൈഡ് ആവും എന്ന് ഉറപ്പുള്ളവർ എന്ത് ചെയ്യുക, അടുത്ത LPUPക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. ഈ വർഷം അവസാനം, അതായത് 2026 ഡിസംബറോട് കൂടെ തന്നെ LPUPയുടെ നോട്ടിഫിക്കേഷൻസ് വരും. ഓക്കെ, അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് ഉടൻ തന്നെ ആരംഭിക്കുക. നല്ല രീതിയിൽ പഠിച്ചാലേ ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. LPUPയുടെ ലോങ് ബാച്ചുകൾ വരുന്ന തിങ്കളാഴ്ച 16-ാം തീയതി മാർച്ച് 16-നാണ് ആരംഭിക്കുന്നത്. അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് കംപ്ലൈന്റ് ഫോം രജിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം അതിന് മാർഗനിർദ്ദേശങ്ങൾ ഒന്ന് ജസ്റ്റ് വായിക്കാം. കേഡറ്റ് ഡിസംബർ 2025 കാറ്റഗറി 1, 2, 3, 4 പരീക്ഷയുടെ താൽക്കാലിക ഉത്തര സൂചിക പരീക്ഷാർത്ഥികൾക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ PDF നമ്മുടെ ഗ്രൂപ്പുകൾ വഴിയും അതേപോലെ തന്നെ ചാനലുകൾ വഴിയും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഉത്തര സൂചികയെ സംബന്ധിച്ച പരീക്ഷാർത്ഥികളുടെ പരാതികൾ http://parikshavahan.kerala.gov.in അഥവാ https://catet.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള മാതൃകാ രേഖകൾ സഹിതം നിശ്ചിത മാതൃകയുള്ള അപേക്ഷകൾ 18/3/2026 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മാർഗമോ സെക്രട്ടറി, പരീക്ഷാ ഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം 12 എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. വൈകി ലഭിക്കുന്നതും നിശ്ചിത മാതൃകയിൽ അല്ലാത്തതുമായ പരാതികൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അതായത് ഇതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. തപാൽ മുഖാന്തരം അല്ലെങ്കിൽ നേരിട്ടോ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കണം. ഓക്കെ, പരാതികൾ അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി, ഒരു പാർട്ട് എന്നിവയിലെ ഒരു പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ. വ്യത്യസ്ത കാറ്റഗറികൾക്കും പ്രസ്തുത കാറ്റഗറിയിലെ പാർട്ടുകൾക്കും പ്രത്യേക ഫോർമാറ്റ് ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ കംപ്ലൈന്റ് രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കഴിഞ്ഞ ഫെബ്രുവരി 21, 23 തീയതികളിലായി നടന്ന ഇന്നലെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുള്ള ഫോമിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ആദ്യം നമ്മുടെ നെയിം ഓഫ് ദ കാറ്റഗറി, ഏത് കാറ്റഗറിയുടെ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ, ഓക്കെ, അത് എഴുതണം. ദെൻ പാർട്ട് ആൻഡ് സബ്ജക്ട്, നമുക്കിപ്പോ പാർട്ട് 1 ഉണ്ട് അല്ലെ? ഇപ്പൊ കാറ്റഗറി 1 ആണെങ്കിൽ ഓക്കെ, അതില് പാർട്ട് ഏതാണ്? പാർട്ട് 1 സൈക്കോളജി, അല്ലെങ്കിൽ പാർട്ട് 1 മാത്തമാറ്റിക്സ്. അങ്ങനെ നമ്മുടെ പാർട്ട് ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ്, നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എത്രയാണ്? ഒരു 6 അക്ക സംഖ്യ ഉണ്ടാവും മേലെ അല്ലെ? ആ കോഡ് എഴുതുക. ദെൻ സെറ്റിന്റെ കോഡ്, നമുക്ക് A ആണോ B ആണോ C ആണോ D ആണോ കിട്ടിയ ആ കോഡ് എഴുതണം. ക്ലിയർ ആയോ? ദെൻ അതിനുശേഷം നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് വന്നു. നിങ്ങൾക്ക് ഒരു പാർട്ടിൽ, അതായത് പാർട്ട് 1-ലുള്ള എല്ലാ ചോദ്യങ്ങൾക്ക് ഒരു പരാതിക്ക് ഒരു ഷീറ്റ് എന്ന രീതിയിലാണ് നിങ്ങൾ പ്രിന്റ് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ അതില് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിനാണ് പറയുന്നത് കേട്ടോ. അതിൽ 2ാമത്തെ ചോദ്യമാണ് തെറ്റ് എന്നിരിക്കട്ടെ. ഓക്കെ, സീരിയൽ നമ്പർ 1 ഇട്ടു, ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യനും. ഇപ്പൊ അതില് 2ാമത്തെ ചോദ്യം എന്താണ് എന്നുള്ളത് ഇവിടെ ഒന്ന് എഴുതുക. എന്നിട്ട് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഇപ്പൊ വന്നിരിക്കുന്നത് C ആണെന്നിരിക്കട്ടെ. ഓക്കെ, നമ്മൾ എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. ഓപ്ഷൻ ദ പ്രൊവിഷണൽ ആൻസർ കീ C ആണെങ്കിൽ ആ C എന്നുള്ളത് ഇവിടെ കൊടുക്കുക. കംപ്ലൈന്റ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ എന്താണ് അതിന്റെ കംപ്ലൈന്റ് എന്നുള്ളത്? അതായത് ഇപ്പൊ നമ്മുടെ സൈക്കോളജി ആണ് എന്നുണ്ടെങ്കിൽ കുറെ പേര് വിളിച്ച് ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കാറ്റഗറി 2-ലാണോ 1-ലാണോ സംശയമുണ്ട്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണോ അതോ നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണോ, റോൾ പ്ലേ എന്നുള്ളത് വരുന്നത്? അത് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചൊരു സംശയമായിരുന്നു. ഇപ്പൊ അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? അതിവിടെ നമ്മൾ ഇതാണ്, അതായത് ഇപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്
അതെന്താണ്, ഇതാണ് അതിന്റെ ആൻസർ വരിക എന്നുള്ളതും അതിന്റെ റീസൺ എന്താണ് എന്നുള്ളതും കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, കറക്റ്റ് ഓപ്ഷൻ ഉദാഹരണത്തിന് ബി ആണെങ്കിൽ ബി ആണ് എന്നുള്ളതും എന്ത് ചെയ്യുക, നമ്മൾ അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ കംപ്ലൈന്റ് എന്താണ് എന്നുള്ളതും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ് എന്നുള്ളതും കൃത്യമായി അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ചുരുങ്ങിയ വാക്കുകൾ കൊടുത്താലും നമുക്ക് മതിയാവും. ഓക്കെ, എന്നിട്ട് അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. വിക്കിപീഡിയ ഒന്നും എടുത്തു എന്ന് പറയരുത്. കറക്റ്റ് ഓതറൈസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്സോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സയൻസ് ഒക്കെ ആണെങ്കിൽ EVS ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ നമ്മുടെ SCRT കട്ടിങ്സ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം കാറ്റഗറി 2വിന്റെ കാറ്റഗറി 1ന്റെ ആണെങ്കിൽ നമുക്കിപ്പോൾ സ്കാറ്ററിങ്ങിനും അതേപോലെ തന്നെ പ്രകീർണനം എന്നാണ് മലയാളത്തിൽ തന്നിരുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ഭാഗത്ത് വായിക്കുമ്പോൾ സ്കാറ്ററിങ് എന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ചാലഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പൊ കടലിന്റെ നീല നിറത്തിന് കാരണം എന്താണ്? പ്രകീർണനം എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അത് കിടക്കുന്നുണ്ടെന്ന്. ശരിക്കും സ്കാറ്ററിങ്ങിന്റെ മലയാളം വേർഡ് എന്താണ്? വിസരണമാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? കൃത്യമായി അതിന് പ്രൂഫ് വെക്കുന്ന എന്താ? SCRT ആണ് നമുക്ക് അതിൽ പ്രൂഫ് വെക്കാനായിട്ട് സാധിക്കുക. അപ്പൊ SCRTയുടെ ആ ഒരു പേജ് ഇത്രാമത്തെ പേജിലാണ് എന്ന് പറഞ്ഞ് അതിന് മെൻഷൻ ചെയ്യുന്നതിന്റെ ഒപ്പം എന്ത് ചെയ്യണം? ആ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതിനൊരു പ്രിന്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കോപ്പി എടുത്ത് അതിന്റെ ബാക്കിൽ നമ്മൾ അറ്റാച്ചും കൂടെ ചെയ്യണം. അപ്പൊ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എൻക്ലോസ്ഡ് എന്ന് പറയുന്ന ഏതായിരിക്കും? SCRT ഇത്രാമത്തെ പേജ് ഇന്ന ബുക്ക് എന്ന് പറഞ്ഞ് അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ പ്ലേസ് ഡേറ്റ് ഇട്ട് കൊടുക്കുക. ദെൻ നിങ്ങളുടെ സിഗ്നേച്ചർ, പേര് എന്താണോ പേര്, അശ്വതിയാണ്, അതായത് എൻ്റെ പേര് അത്. ഓക്കെ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ റോൾ നമ്പർ എത്രയാണ്, അഡ്രസ് എത്രയാണ് എന്ന് കൊടുക്കുക. ഓക്കെ, ഓരോ കാറ്റഗറിക്കും ഓരോ പാർട്ടിനും ഇതേപോലെ ഷീറ്റുകൾ വെച്ച് സെപ്പറേറ്റ്ലി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കവറപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫയൽ ചെയ്തിട്ട് തപാൽ മുഖാന്തരം അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി അടുത്ത സംശയമായിരിക്കും, ഇനി പ്രൂഫ് എവിടെ നിന്ന് കിട്ടും? വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് വേണം, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് വേണം. അല്ലാതെ ഗൂഗിളിൽ നിന്നോ ജെമിനിന്നോ സെർച്ച് ചെയ്തെടുത്തിട്ടുള്ള ഉത്തരം നമുക്ക് അയച്ചു കൊടുക്കാൻ വഴിയില്ല. അപ്പൊ അതെന്താണ് ചെയ്യുക എന്നുള്ളതായിരിക്കും. മാത്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ സൈഡ് തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇതാണ് ഉത്തരം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാം. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ പറ്റില്ലല്ലോ. സോ എന്ത് ചെയ്യണം? അതിനായിട്ടുള്ള വാലിഡ് പ്രൂഫുകളെ കുറിച്ച് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും ഏതൊക്കെ ചോദ്യങ്ങൾ നിങ്ങളുടെ കാറ്റഗറിക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ചർച്ച ചെയ്യാനുമായിട്ട് നമ്മൾ എയിം സ്റ്റഡി സെന്റർ ഒരു കംപ്ലൈന്റ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ അതിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്തിടാം. അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റഗറിയുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാനും കംപ്ലൈന്റ് രജിസ്ട്രേഷന്റെ കാര്യം മനസ്സിലാക്കാനും സാധിക്കും. അതേപോലെ തന്നെ ഈ കംപ്ലൈന്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഗ്രൂപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് എത്തിക്കുന്നതും ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇനിയിപ്പോൾ നിങ്ങളുടെ റെക്ടിഫൈഡ് കീ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഗ്രൂപ്പുകളിലൂടെ തന്നെ ചർച്ച ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളോടൊപ്പം കേഡറ്റ് പരീക്ഷ എഴുതിയ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് എന്നുള്ളത് ഒന്ന് താഴെ കമന്റ് കൂടെ ചെയ്തിടുക. ഓക്കെ, ഏത് ജില്ലയാണ്, ഏത് കാറ്റഗറിയാണ് എന്നുള്ളത് കൂടെ ഒന്ന് താഴെ കമന്റ് കൂടെ ചെയ്തിടാം. ഓക്കെ, ആ ലിങ്ക് കൂടെ പ്രൊവൈഡ് ചെയ്ത് തരാം. ഓക്കെ ആണല്ലോ. ഇനി ഇപ്പൊ കേട്ടിട്ട് ഒരുപാട് മാർക്ക് കുറഞ്ഞു പോയി, ഇനി ഇത്തവണ ക്വാളിഫൈഡേ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആശങ്കപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത കേഡറ്റിനുള്ള പ്രിപ്പറേഷൻസ് ഉടൻ തന്നെ ആരംഭിക്കുക. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കേഡറ്റ് കാറ്റഗറി 1, 2, 3, 4 എന്നിവിടെ പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ വരുന്ന മാർച്ച് 16 തിങ്കളാഴ്ച ആരംഭിക്കുന്നുണ്ട്. അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പർ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ വിജയം ഉറപ്പിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.